ഗുഡ് മോർണിംഗ് ടു ഓൾ. ബത്തേരി രൂപതാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനി, നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ ഡോക്ടർ വി അനിൽകുമാർ സാർ, ഇന്നത്തെ വെബിനാറിൽ ടോപ്പിക് അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ആശ മാത്യു, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, അധ്യാപക വിദ്യാർത്ഥിനികളെ, സഹോദരന്മാരെ, ബത്തേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാർ ബസേലിയസ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനം നടത്തുന്ന രണ്ടാമത്തെ വെബിനാറാണ് ഇന്ന് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ ബത്തേരി രൂപത ബിഷപ്പും നമ്മുടെ കോളേജ് പാട്രൺ ആൻഡ് മാനേജരായി പ്രവർത്തിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചു. മാന്യരെ, ബത്തേരിയിലെ മാർ ബസേലിയസ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ MBC എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. പ്രസ്തുത ചാനലിന് എല്ലാവിധമായ ഈശ്വരാനുഗ്രഹങ്ങളും വിജയവും ഞാൻ ആശംസിക്കുകയാണ്. വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിജ്ഞാന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അറിവ് എന്ന ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളുടെയും എല്ലാവിധത്തിലുള്ള പുരോഗതിയുടെയും പര്യായമായി മാറിക്കഴിഞ്ഞു. മുൻകാലങ്ങളിൽ യൂണിവേഴ്സിറ്റികളും കോളേജുകളും സ്കൂളുകളൊക്കെയാണ് അറിവിൻ്റെ സങ്കേതങ്ങളായി നാം കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് ലോകം മുഴുവൻ അറിവിൻ്റെ സ്രോതസ്സുകളായി മാറിക്കഴിഞ്ഞു. ഇന്നൊരു നല്ല അധ്യാപകൻ നല്ല വിദ്യാർത്ഥിയായി തീരേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾ അധ്യാപകരാകുന്ന സാഹചര്യമുണ്ട്. ലോകത്തിൻ്റെ ഓരോ ഭാഗത്തും അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന വിജ്ഞാനത്തിൻ്റെ, അതുപോലെ തന്നെ നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെല്ലാം സമൂഹത്തിലുള്ള എല്ലാവർക്കും പങ്കുവെക്കേണ്ടതായിട്ടുള്ള വേദികളാണ് ഇന്ന് വേണ്ടത്. ഒരു കാലത്ത് ക്ലാസ് മുറിയിലിരുന്ന് പഠിച്ചിരുന്ന വിദ്യാർത്ഥിനികൾ, അല്ലെങ്കിൽ അവിടെ ക്ലാസ് എടുത്തിരുന്ന അധ്യാപകർ ഇന്ന് ക്ലാസ് മുറിക്ക് ഉപരിയായി ലോകത്തിലുള്ള എല്ലാവർക്കും അറിവ് ലഭ്യമാകത്തക്ക രീതിയിലുള്ള ഒരു മാറ്റം ക്ലാസ് മുറിയിലുണ്ടായിട്ടുണ്ട്. ക്ലാസ് മുറികളെ ഇന്ന് ലേണിംഗ് സ്റ്റുഡിയോസ് എന്നാണ് വിളിക്കുന്നത്. അധ്യാപകരെടുക്കുന്ന ക്ലാസ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുമുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനും മനസ്സിലാകുവാനും തക്കവണ്ണമുള്ള സംവേദനം നടത്തുന്ന വേദികളായ ക്ലാസ് മുറികൾ മാറിയിട്ടുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞാൽ ലോകം മുഴുവൻ എന്നൊരു ക്ലാസ് മുറിയായിട്ട് മാറിയിരിക്കുകയാണ്. വിജ്ഞാന സമ്പാദന കേന്ദ്രങ്ങൾ, പ്രത്യേക കലാലയങ്ങൾ, അല്ലെങ്കിൽ സ്ഥലങ്ങൾക്കുപരിയായി ഇന്ന് ബസ് സ്റ്റോപ്പുകളും നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആ സമയവും, അതുപോലെ വിശ്രമിക്കുന്ന ആ സമയങ്ങളും, ഉല്ലാസത്തിന് പോകുന്ന ആ സമയങ്ങളുമെല്ലാം വിജ്ഞാന കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഫോർമലായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് പകരം വിദൂര വിദ്യാഭ്യാസവും ഇൻഫോർമൽ വിദ്യാഭ്യാസവും വലിയ സ്വാധീനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യൂട്യൂബ് ചാനൽ പോലെയുള്ള വിജ്ഞാന വിതരണ കേന്ദ്രങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളെയും അറിവ് നേടുന്ന എല്ലാവരെയും
വളരെയേറെ സഹായിക്കുന്ന ഒന്നാണ്. നമ്മളുടെ മാർ ബസേലിയസ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ MBC എന്ന പേരിൽ തുടങ്ങുന്ന ഈ യൂട്യൂബ് ചാനൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതര സ്ഥലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും അറിവ് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും ഏറ്റവും നൂതനമായ ശാസ്ത്ര സാങ്കേതിക അറിവുകളും അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക രംഗത്തെ വികസനങ്ങളുമെല്ലാം പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു വിജ്ഞാന ശാഖയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും നന്മയ്ക്കായിട്ട് ഈ യൂട്യൂബ് ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പേരിൽ ഈ യൂട്യൂബ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മാർ ബസേലിയസ് കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽകുമാർ സാർ, ഇന്നത്തെ വെബിനാറിൻ്റെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ഡോക്ടർ സുനിൽ സാർ, അധ്യാപകരെ, അനധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, കോവിഡ്-19 വ്യാപനം അതിരൂക്ഷമായ രീതിയിൽ നമ്മുടെ രാഷ്ട്രത്തിലും സമൂഹത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആയുർവേദവും കോവിഡ്-19 എന്ന വിഷയത്തെ ആസ്പദമാക്കി കോളേജിലെ ഒരു സെമിനാർ നടത്തുന്നു എന്നതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. ഈ വെബിനാറിന് എല്ലാവിധമായ ഈശ്വരാനുഗ്രഹങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. ആയുർവേദവും കോവിഡ്-19 എന്ന ഈ വെബിനാറിന് ക്ലാസ്സുകൾ നയിക്കുന്നത് ഡോക്ടർ ആശാ മാത്യു ആണ്. ആശാ മാത്യു ഈ രംഗത്ത് വളരെയേറെ പാണ്ഡിത്യവും പ്രാഗൽഭ്യമുള്ള ഡോക്ടറാണ്. ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട നല്ല വിജ്ഞാനം ഭഗവാൻ ഡോക്ടർ ആശാ മാത്യുവിന് ഇടയാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസവും ആരോഗ്യവും ജനകീയവൽക്കരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. ഈ ജനകീയവൽക്കരണ പ്രഖ്യാപനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളത് കേരളത്തിൽ വന്ന മിഷണറിമാരാണ്. പള്ളിയോടൊപ്പം പള്ളിക്കൂടമെന്നും സന്യാസ ഭവനങ്ങളോട് ചേർന്ന് ആതുര ശുശ്രൂഷയുമെന്നുള്ള മിഷണറിമാരുടെ ഒരു കാഴ്ചപ്പാടാണ് കേരളത്തിൽ വിദ്യാഭ്യാസവും ആതുര ശുശ്രൂഷയും ജനകീയവൽക്കരിക്കുവാനായിട്ട് ഇടയായിട്ടുള്ളത്. ആരോഗ്യ സംരക്ഷണ രംഗത്തും ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തും മിഷണറിമാർ നിസ്തുലങ്ങളായ സേവനങ്ങളും സംഭാവനകളും നൽകിയത് ഇവിടെ അനുസ്മരിക്കുകയാണ്. ആരോഗ്യ പരിപാലന രംഗത്ത് മിഷണറിമാർ 4 രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ടിരുന്നു. ഒന്നാമതായി ഒരു പ്രൊമോട്ടീവ് ഒബ്ജക്റ്റീവ്, എല്ലാവർക്കും ആരോഗ്യത്തോടുകൂടി ജീവിക്കുവാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. രണ്ടാമത് അവർ ചെയ്തത് പ്രിവെൻറ്റീവ് മെത്തഡോളജി.
രോഗം വരാതെ ഇരിക്കുവാനായിട്ടുള്ള മാർഗങ്ങൾ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നതായി. മൂന്നാമതായിട്ടുള്ളത് ക്യുറേറ്റീവ് മെത്തേഡാണ്. രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കുവാനായിട്ടുള്ള അവസരങ്ങൾ സാധാരണ മനുഷ്യർ സൃഷ്ടിച്ചു കൊടുക്കും. നാലാമതായി ചേരുന്നത് റീഹാബിലിറ്റേഷനാണ്. രോഗികളായ വ്യക്തികൾ രോഗത്തിൽ നിന്ന് വിമുക്തി പ്രാപിച്ചു കഴിയുമ്പോൾ അവർക്ക് ആവശ്യമുള്ള പരിചരണങ്ങൾ കൊടുക്കുവാനായിട്ട് റീഹാബിലിറ്റേഷൻ സെൻ്ററും തുടങ്ങിയിരുന്നു. അങ്ങനെ ആരോഗ്യ പരിപാലന രംഗത്ത് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഈ മിഷണറിമാർ പ്രവർത്തിക്കുകയും ഇന്ന് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ പരിപാലന രംഗത്ത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ ആരോഗ്യ പരിപാലന ശുശ്രൂഷ നടത്തുന്നത് മിഷണറിമാരുടെ പിൻഗാമികളായ ക്രൈസ്തവ സഭാംഗങ്ങളും വിശ്വാസികളൊക്കെയാണ്. ഇതിവിടെ ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ലത്തീൻ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, മെൻസാന കോർപ്പറേ സാനിസ്, എ ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി. നല്ല ആരോഗ്യവും നല്ല മാനസിക ആരോഗ്യമുള്ള ആളിന് മാത്രമേ നന്നായിട്ട് പഠിക്കുവാനും ജീവിതത്തിൽ കൂടുതൽ വിജയം നേടുവാനായിട്ടും സാധ്യമാകും. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് ഭാവിയിൽ അധ്യാപകരാകുവാൻ തീരുമാനിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ പരിപാലനത്തെ സംബന്ധിച്ചും ശുശ്രൂഷയെ സംബന്ധിച്ചും സാമാന്യ അറിവ് കിട്ടുന്നത് വളരെയേറെ പ്രയോജനകരമായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ നാട് ലോകത്തിന് സംഭാവനയായി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ പരിപാലന ശുശ്രൂഷയാണ് ആയുർവേദം വഴിയായി നമ്മൾ ഇവിടെയും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ആയുർവേദ ആശുപത്രികൾക്ക് പ്രധാനമായിട്ടും 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഞാനിവിടെ സൂചിപ്പിച്ച പ്രൊമോട്ടീവ് ഹെൽത്ത് ആൻഡ് പ്രിവെൻറ്റീവ് ഹെൽത്ത്, അതായത് മനുഷ്യരുടെ ആരോഗ്യം പരിപാലിക്കുവാനായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകുക, രോഗങ്ങൾ വരാതെ ആരോഗ്യം പരീക്ഷിക്കുവാനായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നൽകും. യഥാർത്ഥത്തിൽ ആയുർവേദ സെൻ്ററുകൾ അലോപ്പതി ആശുപത്രികളെ പോലെ ക്യുറേറ്റീവായിട്ടോ റീഹാബിലിറ്റേറ്റീവായിട്ടുള്ള സെൻ്ററുകളല്ല. അപ്പോൾ ആരോഗ്യ പരിപാലന രംഗത്ത് ഹെൽത്ത് എന്ന് പറയുന്നത് രോഗം വരാതിരിക്കുന്ന അവസ്ഥയല്ല, ലാക്ക് ഓഫ് ഡിസീസ്, മറിച്ച് ഒരു മനുഷ്യൻ്റെ ഡൈനാമിക് എക്സ്പ്രഷൻ ഓഫ് ലൈഫാണ് ആരോഗ്യം എന്ന് പറയും. ഈശ്വരൻ നൽകിയിരിക്കുന്ന ശരീരവും മനസ്സും ആത്മാവും നല്ല ഡൈനാമിക്കായി സംതൃപ്തമായി മുന്നോട്ട് പോകുന്ന അവസ്ഥയിലാണ് നമ്മൾ ആരോഗ്യവാനായ വ്യക്തി മനുഷ്യനെന്ന് പറയുന്നത്. നമ്മുടെ ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൾ മനുഷ്യർക്ക് ആരോഗ്യം കാത്തുസൂക്ഷിക്കുവാനായിട്ടുള്ള നല്ല ഉപദേശങ്ങൾ നൽകുന്നു, രോഗങ്ങൾ വരാതിരിക്കുവാനായിട്ടുള്ള പ്രതിവിധികൾ നൽകുന്നു. യഥാർത്ഥത്തിൽ ആയുർവേദ ചികിത്സ കൊണ്ട് നടക്കുന്നത് വെൽനെസ് ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സോളാണ്. മനുഷ്യന് ശരീരവും മനസ്സും ആത്മാവും ഉണ്ട്. ശരീരവും മനസ്സും ആത്മാവുമുള്ള ഈ മനുഷ്യൻ്റെ ഈ 3 ഫാക്കൽറ്റികൾക്കും, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സംതൃപ്തി നൽകുന്ന ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രധാനമായിട്ടും ജീവിതാക്രമങ്ങളിലുള്ള
ചില നിർദ്ദേശങ്ങൾ യോഗ പോലെയുള്ള ആരോഗ്യ പരിപാലന എക്സസൈസുകൾ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം വഴിയായി നടത്തപ്പെടുന്നതായ ആരോഗ്യത്തിൻ്റെ പരിപാലനം. അപ്പോൾ ഈ വക കാര്യങ്ങളെ നമ്മളെ സംബന്ധിച്ച്, നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചും സമൂഹത്തെ സംബന്ധിച്ചും വളരെയേറെ പ്രാധാന്യമുള്ള അറിവുകളാണ് നമുക്ക് നൽകുന്നത്. ഇപ്പോൾ ഈ ആയുർവേദവും COVID-19 എന്നുള്ള ഈ ഒരു വെബിനാറിൽ നൽകപ്പെടുന്ന അറിവുകൾ നമുക്ക് വളരെയേറെ പ്രയോജനകരമാകുമെന്ന് വിശ്വസിക്കുകയാണ്. ആയുർവേദ ചികിത്സ വഴിയായിട്ട് അതിൻ്റെ വിദഗ്ധന്മാർ പറയുന്നത് 6-7 പ്രധാനപ്പെട്ട ഗുണങ്ങളെ നമുക്ക് ലഭിക്കുമെന്ന്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം ഓരോ ദിവസവും ഭംഗിയായി കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധ്യമാകും. രണ്ടാമതായിട്ട് യോഗയും മറ്റ് എക്സസൈസും ഭക്ഷണ ക്രമീകരണം വഴിയായിട്ട് രോഗം വരാതിരിക്കുവാനായിട്ടുള്ള സഹായ സഹകരണങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന്. ആരോഗ്യവിധിപ്രകാരമുള്ള എക്സസൈസുകളും ഭക്ഷണ ക്രമീകരണങ്ങളും നമ്മളെ സ്വീകരിക്കുകയാണെന്ന് വരികിൽ മനുഷ്യന് നല്ല രോഗമില്ലാത്ത സ്കിന്ന്, അതിൻ്റെ ശരീരം കാത്തു സൂക്ഷിക്കുവാൻ സാധ്യമാകുമെന്നാണ് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ആയുർവേദ വിധിപ്രകാരം നമ്മൾ ജീവിക്കുകയാണെന്ന് വരികിൽ പ്രത്യേകിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല കോൺസെൻട്രേഷൻ ലഭ്യമാകുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ആയുർവേദ വിധിപ്രകാരമുള്ള ശുശ്രൂഷകൾ നമ്മൾ സ്വീകരിക്കുകയാണെന്ന് വരികിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ടെൻഷനുകളും കോംപ്ലക്സിറ്റി ഉണ്ടാകാതിരിക്കും. ഡീസ്ട്രെസ്സിങ് എന്നാണ് അതിനെപ്പറ്റി പറയുന്നത്. അങ്ങനെ സാധ്യമാകുമെന്നാണ്. ആയുർവേദ ചികിത്സ നമ്മളെ ഫോളോ ചെയ്യുകയാണെന്ന് വരികിൽ നമുക്ക് നല്ല ഡൈനാമിക് ലൈഫ്, എനർജറ്റിക് ലൈഫ് ലഭിക്കുമെന്നാണ് പറയുന്നത്. അവസാനമായി പറയുന്നത്, ആയുർവേദ വിധിപ്രകാരമുള്ള ജീവിതചര്യ നമ്മൾ സ്വീകരിച്ചാൽ പ്രായമായാലും അവർ ചെറുപ്പക്കാരായിരിക്കും, ആൻറ്റി ഏജിങ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാര്യങ്ങളൊക്കെ ആരോഗ്യ വിദഗ്ധന്മാർ നമുക്ക് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ രംഗത്ത് വളരെ പ്രാഗൽഭ്യമുള്ള ഡോക്ടർ ആശാ മാത്യു ക്ലാസ് എടുക്കുകയൊക്കെ വിശദീകരിക്കുകയും ചെയ്യാൻ വിശ്വസിക്കുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് ആഴത്തിലെ പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. എങ്കിലും ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് മെമ്പറായിരുന്ന അവസരത്തിൽ 5 വർഷക്കാലം തിരുവനന്തപുരത്തെ ആയുർവേദ കോളേജിൻ്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറായിരുന്ന അവസരത്തിൽ മനസ്സിലാക്കുകയും അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്ത ചെറിയ അറിവിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ സെമിനാർ എല്ലാവർക്കും വളരെ അനുഗ്രഹപ്രദമായ, ഉപകാരപ്രദമായ ഒരു അവസരമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ ആശാ മാത്യുവിൻ്റെ ക്ലാസ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, കോളേജിന്, പൊതുസമൂഹത്തിന് വലിയൊരു അനുഗ്രഹവും വിലയേറിയ അറിവുമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി COVID-19 ആയുർവേദ ചികിത്സ എന്ന ഈ സെമിനാർ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പിതാവേ. കുടിപ്രവേശിക ആയുർനിലയം എന്ന സ്ഥാപനത്തിൽ കൺസൾട്ടന്റ് ഫിസിഷ്യനായി ജോലി ചെയ്യുന്ന പ്രിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ആശാ മാത്യു ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് കൈകാര്യം ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ആയുർവേദവും COVID-19 എന്ന ടോപ്പിക്കാണ് പ്രസന്റ് ചെയ്യുന്നത്. ഈ അവസരത്തിൽ പ്രിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ആശാ മാത്യുവിനെ ക്ലാസ് എടുക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ ആശാ മാത്യു. ആദ്യമേ തന്നെ പിതാവിൻ്റെ നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി. COVID-19 രണ്ടാം ഘട്ടത്തിൻ്റെ അതിതീവ്ര വ്യാപനത്തിലൂടെ കടന്നു പോകുന്ന ഈ അവസരത്തിൽ രോഗം വരാതിരിക്കാനും രോഗികളായിട്ടുള്ളവർക്കും രോഗം വന്നു മാറിയവർക്കും ആയുർവേദത്തിൻ്റെ ചികിത്സാ രീതികൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കോവിഡിനെ കുറിച്ച് നിങ്ങളെല്ലാവരും വളരെയധികം ബോധവാന്മാരായിരിക്കും. എന്നും നമ്മൾ മീഡിയയിലൂടെ കാണുന്നതാണ്.
അതിൻ്റെ ലക്ഷണങ്ങളാകട്ടെ ചികിത്സയാകട്ടെ. എന്നാലും വളരെ ബ്രീഫ് ചെയ്ത് അതിൻ്റെ കൂടെ ആയുർവേദത്തിൻ്റെ ചികിത്സാ രീതികളും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. COVID-19 എന്ന് പറഞ്ഞാൽ നോവൽ കൊറോണ ഡിസീസ് അല്ലെങ്കിൽ COVID-19 എന്ന് പറയുന്നത് SARS-CoV-2 എന്ന് പറയുന്ന ഒരു പുതിയ ഇനം കൊറോണ വൈറസ് പരത്തുന്ന രോഗമാണ്. അത് നമ്മുടെ എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കുന്ന ഒരു രോഗമാണ്. ചൈനയിലെ വുഹാനിലാണ് ആദ്യമായിട്ട് കോവിഡ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2019 ഡിസംബർ 31 ചൈനയിൽ ഒരു ക്ലസ്റ്റർ കേസ് ഓഫ് വൈറൽ ന്യൂമോണിയ, അതായത് ഒരുപാട് പേരിൽ വൈറൽ ന്യൂമോണിയ ഒരുമിച്ച് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് WHO നടത്തിയ ഇൻവെസ്റ്റിഗേഷനിലാണ് കോവിഡ് ആദ്യമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സാർസ് എന്ന് പറയുന്ന ഒരു രോഗം ഇതിനു മുന്നേ 2003 കൊറോണ വൈറസ് തന്നെ കോസ് ചെയ്തിരുന്നു. ആ സാർസ് കോസ് ചെയ്ത കൊറോണ വൈറസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വൈറസാണ് ഇപ്പോഴത്തെ പുതിയ കൊറോണ വൈറസ്. അതുകൊണ്ടാണ് നമ്മൾ SARS-CoV-2 എന്നുള്ള പേരിൽ ഈ വൈറസിനെ നാമകരണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഈ ചൈനയിൽ അന്ന് തുടങ്ങിയ വൈറസ് ഇപ്പോൾ 1.5 വർഷമായിട്ട് നമ്മുടെ ലോകം മൊത്തം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യത്തെ തരംഗം കഴിഞ്ഞ് രണ്ടാമത്തെ തരംഗത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ. ഇപ്പോഴും നമ്മൾ മുഴുവനായിട്ട് നമുക്ക് കോവിഡിനെ കോൺക്വർ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ആയുർവേദത്തിലൂടെ എങ്ങനെ കോവിഡിനെ പ്രതിരോധിക്കാം, ആയുർവേദത്തിലൂടെ എങ്ങനെ നമുക്ക് രോഗത്തെ ട്രീറ്റ് ചെയ്യാം, രോഗം വന്ന് മാറിയവരെ എങ്ങനെ ഡീസ്ട്രെസ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് കോവിഡിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നോക്കാം. കോവിഡിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പം നമുക്കതിനെ രണ്ടായിട്ട് തരംതിരിച്ചുകൊണ്ട് പറയാം. കോമൺ ആയിട്ടുള്ള സിംറ്റംസും സിവിയർ ആയിട്ടുള്ള സിംറ്റംസും. കോമൺ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുമ്പം സാധാരണയായിട്ട്, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, കോവിഡ് വരുന്നവരിൽ ഒരു 80% ആൾക്കാരിലും കോവിഡ് വളരെ മൈൽഡ് ടു മോഡറേറ്റ് എന്നുള്ള രീതിയിൽ നിൽക്കും. അതിന് വെച്ചാൽ വലിയൊരു പ്രശ്നത്തിലേക്ക് പോവാറില്ല. പക്ഷേ ഒരു 15 to 20% ഓഫ് ആൾക്കാരിലാണ് കോവിഡ് സിവിയർ ആവുന്നത്. ഈ 15 to 20% തന്നെ ഒരു 5% വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആവുന്നതും 1 to 2% ആൾക്കാരിൽ ഡെത്ത് സംഭവിക്കുന്നതും. അപ്പോൾ ഇപ്പം ഞാൻ ആദ്യം പറയുന്ന കോമൺ സിംറ്റംസ് എന്ന് പറയുന്നത് ഒരു മൈൽഡ് ടു മോഡറേറ്റ് ആണ്. അതായത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവരിൽ കോവിഡ് എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്നാണ് ഇപ്പം നമ്മൾ നോക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്, അതായത് കോമൺ ആയിട്ടുള്ള സിംറ്റംസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫീവർ, പനി, വരണ്ട ചുമ, ഡ്രൈ കഫ്, കഫം ഇല്ലാത്ത, അതായത് നമ്മൾ ചുമയ്ക്കുമ്പോൾ കഫം പുറത്തേക്ക് വരാതെ വരണ്ട ചുമയാണ് ഡ്രൈ കഫ്, അത് ഒരു ലക്ഷണമാണ്. പിന്നെയുള്ളത് ഫെറ്റീഗാണ്. ഫെറ്റീഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷീണമാണ്, ഭയങ്കര തളർച്ച, ക്ഷീണം. അതല്ലാണ്ട് മൂക്കടപ്പ്, ജലദോഷത്തിൻ്റെ സമാനമായിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം കാണിക്കാറുണ്ട്. കൂടാതെ തൊണ്ടവേദന, സോർ ത്രോട്ട്, ഹെഡേക്ക്, തലവേദന. ഒരുപാട് പേരിൽ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് തലവേദന. വളരെ ചുരുക്കം ചില പേരിൽ സിവിയർ അല്ല, മോഡറേറ്റ് ആയിട്ടുള്ള സിംറ്റം തന്നെ ചില ആൾക്കാരിൽ ചെങ്കണ്ണ് കാണിക്കാറുണ്ട്, കൺജങ്ക്റ്റിവൈറ്റിസ്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കിൻ റാഷസ്, തൊലിപ്പുറത്ത് പലതരത്തിലുള്ള പാടുകളും റാഷുകളും ഉണ്ടാവുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡയറിയ എന്ന് പറഞ്ഞാൽ വയറിളക്കം, നോസിയ, വോമിറ്റിംഗ്, ഓക്കാനം, ഛർദി. പിന്നെ ഉള്ള ഒരു വലിയ സിംറ്റമാണ് മൂക്ക്, നമുക്ക് മണം അറിയാൻ പറ്റായിക, മണം അറിയായിക, രുചി അറിയായിക. ഇതെല്ലാം കോവിഡിൻ്റെ സിംറ്റംസ് ആണ്. എന്നാൽ ഇതെല്ലാം മൈൽഡ് ടു മോഡറേറ്റുമാണ്. ഇനി നമ്മൾ സിവിയർ ആയിട്ടുള്ള സിംറ്റംസിലേക്ക് പോകുമ്പം എന്തൊക്കെയാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഏറ്റവും സിവിയർ ആയിട്ടുള്ള കോവിഡിൻ്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത് ശ്വാസതടസ്സം തന്നെയാണ്. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ശ്വാസം മുട്ടൽ എന്ന് നമ്മൾ പറയുന്നത്. അതുകൂടാതെ പനി, ഹൈ ഡിഗ്രി ടെമ്പറേച്ചർ, ഒരു 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്കുള്ള പനി. നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. അപ്പോൾ നമ്മൾ ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ഫീവർ എന്ന് പറയുന്നത് 100 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് പോകുന്ന പനിയാണ് ഹൈ ഡിഗ്രി ഫീവർ. അപ്പോൾ അതൊരു ലക്ഷണമാണ്, സിവിയർ ആയിട്ടുള്ള കോവിഡിൻ്റെ ഒരു ലക്ഷണമാണ് ഹൈ ഡിഗ്രി ഫീവർ. കൂടാതെ ശ്വാസം മുട്ടൽ. ഇനിയുള്ള ഒരു സിംറ്റമാണ് പ്ലൂറൈറ്റിക് ചെസ്റ്റ് പെയിൻ. പ്ലൂറൈറ്റിക് ചെസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ശ്വാസം ഇങ്ങനെ വലിച്ചെടുത്ത് ശ്വാസം നമ്മൾ എടുത്ത് കഴിഞ്ഞ അവസാന ഭാഗമാകുമ്പോൾ നമ്മുടെ നെഞ്ചിൽ ഭയങ്കരമായിട്ടുള്ളൊരു വേദന അനുഭവപ്പെടുന്നതിനെയാണ് നമ്മൾ പ്ലൂറൈറ്റിക് ചെസ്റ്റ് പെയിൻ എന്ന് പറയാം. അത് ന്യൂമോണിയൻ്റെ ഒരു ക്ലാസിക്കൽ സിംറ്റമാണ്. അപ്പോൾ നമ്മൾ ശ്വാസം എടുത്ത് അതിൻ്റെ അവസാന ഭാഗത്തും നമ്മൾ ശ്വാസം ഇങ്ങനെ വലിച്ച് എടുത്തു കഴിഞ്ഞ് അവസാന ഭാഗം എത്തുമ്പോൾ നമുക്ക് നെഞ്ചിൽ കലശലായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നതാണ് പ്ലൂറൈറ്റിക് ചെസ്റ്റ് പെയിൻ. അത് ന്യൂമോണിയൻ്റെ സിംറ്റമാണ്. ആ ഒരു സ്റ്റേജിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊരു സിംറ്റമാണ് കോവിഡിൻ്റെ. കൂടാതെ ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, വിശപ്പില്ലായ്മ.
ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, ചില ആൾക്കാരിൽ എന്താ പറയുക ബോധം അറിയുക, അങ്ങനത്തെ സിംറ്റംസും കാണിക്കാറുണ്ട്. ഇത്രയുമാണ് കോമൺ ആയിട്ടുള്ള കോവിഡിൻ്റെ സിവിയർ സിംറ്റംസിൽ കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ് ഇത്രയുമാണ്. ഇനി സിവിയർ സിംറ്റംസിൽ തന്നെ അത്ര കോമൺ അല്ലാതെ കാണുന്ന സിംറ്റംസ് ആണ് പറയാൻ പോകുന്നത്. ചില ആളുകളിൽ ഡിപ്രഷൻ ഉണ്ടാവാം, ആങ്സൈറ്റി, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, എനിക്ക് എന്ത് പറ്റും എന്നുള്ള ചിന്തയാണ് ആങ്സൈറ്റി. ഡിപ്രഷൻ, ചില ആൾക്കാരിൽ ഇനി എന്താ എനിക്ക് കോവിഡ് വന്നു, ഞാൻ ഇതെങ്ങനെ സർവൈവ് ചെയ്യും, എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വന്നിട്ട് ആകെ ഡിപ്രസ്ഡ് ആയി പോവുക. വിഷാദ രോഗം ബാധിക്കുക. ചില ആളുകളിൽ ഈ ഇൻഫെക്ഷൻ കൂടുതൽ പ്രോഗ്രസീവായിട്ട് എല്ലാ സിസ്റ്റത്തിനെയും ബാധിക്കും. മൾട്ടി ഓർഗൻ ഫെയിലിയറിലേക്ക് പോകും. അതായത് ഹാർട്ടിനെയും കിഡ്നിയെയും ലങ്സിനെയും ബ്രെയിനിനെയും എല്ലാത്തിനെയും തന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാരകമായിട്ട് പ്രോഗ്രസ് ചെയ്യാം. ചില ആളുകളിൽ ഇത് പ്രോഗ്രസ് ചെയ്ത് ബ്രെയിൻ ഇൻഫ്ലമേഷൻ, അതേപോലെ സ്ട്രോക്ക്, ചില ആളുകളിൽ സീഷേഴ്സ്, അതായത് അപസ്മാരം പോലെയുള്ള ലക്ഷണങ്ങൾ, ഇതെല്ലാം കാണിക്കാം. ഇതെല്ലാം അത്ര കോമൺ അല്ലാത്ത കോവിഡിൻ്റെ സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ഇപ്പം നമ്മൾ സിംറ്റംസിനെ കുറിച്ചാണ്, ലക്ഷണങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ദ റിസ്ക് ഫാക്ടറാണ്. ആരാണ് റിസ്കി ആയിട്ടുള്ളത്? കോവിഡിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, അതാണ് നമ്മൾ പറയുന്നത്. ദ റിസ്കി ഗ്രൂപ്പ്. റിസ്കി ഗ്രൂപ്പ് ഒബ്വിയസ്ലി ഒരു 60 ഇയേഴ്സിൻ്റെ എബോവ് 60 ഇയേഴ്സ് റിസ്ക് ഫാക്ടറാണ്. ബിലോ 10 ഇയേഴ്സും റിസ്ക് ഫാക്ടറാണ്. കാരണം എന്താണ്? 60 വയസ്സിന് മുകളിലേക്കുള്ളവരിൽ ഇമ്മ്യൂണിറ്റി വളരെയധികം കുറവായിരിക്കും. മാത്രമല്ല അവർക്ക് അനുബന്ധമായിട്ട് അവർക്ക് ഓൾറെഡി അണ്ടർലൈങ് മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. ഡയബറ്റീസ് ആയിക്കോട്ടെ, ഹൈ ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ, പലതരത്തിലുള്ള രോഗങ്ങൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല പ്രായമാവുന്നതിനനുസരിച്ച് രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രായമായവർ, 60 വയസ്സിന് മുകളിലേക്കുള്ളവർ റിസ്കി ഫാക്ടറിൽ അല്ലെങ്കിൽ റിസ്കി ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിൽ പെട്ടവരാണ്. 10 വയസ്സിന് താഴേക്കുള്ള കുട്ടികളും അതുപോലെ തന്നെ. കുട്ടികളിലും ഇമ്മ്യൂണിറ്റി ഒക്കെ ഡെവലപ്ഡ് ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികളും റിസ്കി ആയിട്ടുള്ള ഗ്രൂപ്പിൽ തന്നെയാണ് പെടുന്നത്. ഇനി അടുത്ത ഒരു വിഭാഗം റിസ്ക് ഫാക്ടർ ഉള്ളത് എന്തെങ്കിലും അണ്ടർലൈങ് മെഡിക്കൽ ഇഷ്യൂസ് ഉള്ള ആളുകൾ. അണ്ടർലൈങ് മെഡിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഓൾറെഡി അവർക്ക് എന്തെങ്കിലും ഒരു രോഗമുള്ളത്, ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർ, ലങ്സിന് പ്രശ്നം, അതായത് ബ്രോങ്കിയൽ ആസ്മ ഓൾറെഡി ഉള്ളവർ, അല്ലെങ്കിൽ എന്തെങ്കിലും കിഡ്നി ഡിസീസ് ഉള്ളവർ, കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, ക്യാൻസർ പേഷ്യൻസ്, ഡയബറ്റിക് ആയിട്ടുള്ളവർ, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ, ഒബേസ് ആയിട്ടുള്ളവർ, ഒബേസ് എന്ന് പറഞ്ഞാൽ അമിതവണ്ണം ഉള്ളവർ, ഇവരെല്ലാം റിസ്കി ഗ്രൂപ്പിൽ തന്നെ പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർ പബ്ലിക്കിൽ പോകുന്നതൊക്കെ പരമാവധി ഒഴിവാക്കുക. മാക്സിമം പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്ത് സേഫ് ആയിട്ട് ഇരിക്കേണ്ട ഗ്രൂപ്പാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇപ്പം നമ്മൾ ലക്ഷണങ്ങൾ പറഞ്ഞു, റിസ്കി ഫാക്ടറിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഇൻക്യുബേഷൻ പീരീഡിനെ കുറിച്ചിട്ടാണ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രം ദി ടൈം ഓഫ് എക്സ്പോഷർ ടു ദി മൊമെൻറ്റ് ഓഫ് ഓൺസെറ്റ് ഓഫ് സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗാണു നമ്മുടെ ശരീരത്തിൽ കയറുന്നത് മുതൽ രോഗി ലക്ഷണങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്ന സമയം വരെയുള്ളതിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയാം. അതായത് ഇപ്പം എൻ്റെ ശരീരത്തിൽ കൊറോണ വൈറസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തുമ്മലോ ശ്വാസം മുട്ടലോ പനിയോ എന്തെങ്കിലും ഒരു ലക്ഷണം പുറപ്പെടുവിക്കുന്ന സമയം വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയാം. അപ്പോൾ കോവിഡിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. പൊതുവെ ഒരു ആവറേജിൽ 5 to 6 days ആണ് പറയുന്നത്. അതായത് കോവിഡിൻ്റെ വൈറസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കയറി നമ്മൾ ലക്ഷണങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് 5 or 6 ദിവസം വരെ എടുക്കാം. ഇതൊരു ആവറേജ് ആണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തതുകൊണ്ട് അത് ഒരു 1 to 14 days വരെ ആവറേജ് വെച്ചാൽ നീളാം. ചിലപ്പോൾ എനിക്ക് രോഗപ്രതിരോധ ശേഷി തീരെ കുറവാണെങ്കിൽ 1-2 ദിവസം കൊണ്ട് തന്നെ എനിക്ക് ലക്ഷണങ്ങൾ കാണിക്കാം. ഇനി അതല്ല, ഞാൻ നല്ല ഇമ്മ്യൂണാണ്, എനിക്ക് വേറെ രോഗലക്ഷണങ്ങളില്ല, അങ്ങനെ വേറെ അണ്ടർലൈങ് ആയിട്ടുള്ള വേറെ അസുഖങ്ങളൊന്നും ഇല്ല, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു 10-14 ദിവസം വരെ എടുക്കാം ലക്ഷണങ്ങൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീടാണു നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ രോഗാണു നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രവേശിച്ച് നമ്മൾ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തിന് ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയാം. അതുകൊണ്ട് ആവറേജ് ഇസ് 5 to 6 days, ബട്ട് ഇറ്റ് മേ റേഞ്ച് ഫ്രം 1 to 14 days. ഇനി നമ്മൾ ഇൻഫെക്ഷ്യസ് പീരീഡ് ആണ് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞത് ഇൻക്യുബേഷൻ പീരീഡ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻഫെക്ഷ്യസ് പീരീഡ് ആണ്. ഇൻഫെക്ഷ്യസ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് രോഗിക്ക് മറ്റുള്ളവരിലേക്ക് രോഗം പടർത്താൻ എത്ര നാൾ വരെ സാധിക്കും, ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ഇൻഫെക്ഷ്യസ് പീരീഡ് എന്ന് പറയുക. അതായത് ഇപ്പം എനിക്ക് രോഗമുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരിലേക്ക് എത്ര നാൾ വരെ പടർത്തും, അതാണ് ഇൻഫെക്ഷ്യസ് പീരീഡ്. അപ്പോൾ
കോവിഡിൻ്റെ ഇൻഫെക്ഷ്യസ് പീരീഡ് എന്ന് പറയുന്നത് ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് ഒരു 1 തൊട്ട് 5 ദിവസം മുന്നേ വരെയും ലക്ഷണങ്ങൾ തുടങ്ങിയതിന് ശേഷം 10 ദിവസം അങ്ങോട്ടേക്കുമാണ് ഇൻഫെക്ഷ്യസ് പീരീഡ് ആയിട്ട് പറയുന്നത്. അതായത് ഇപ്പം എനിക്ക് കോവിഡ് ഉണ്ടെങ്കിൽ എനിക്ക് കോവിഡിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതിൻ്റെ 1 തൊട്ട് 5 ദിവസം മുന്നേയും എനിക്ക് ലക്ഷണങ്ങൾ കാണിച്ചതിന് ശേഷം ഒരു 10 ദിവസം അങ്ങോട്ടേക്കും എനിക്ക് രോഗം പടർത്താൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കോവിഡ് വന്ന ആൾക്കാരോട് ഒരു 14 ഡേയ്സ്, ഇപ്പോൾ ഇൻക്യുബേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻഫെക്ഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മളൊരു 14 ഡേയ്സ് ക്വാറൻറ്റൈൻ, ഇൻഫെക്ഷ്യസ് പീരീഡ് ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ, അതായത് നമുക്ക് ലക്ഷണങ്ങൾ വന്നതിന് ശേഷം നമ്മളൊരു 14 ഡേയ്സും കൂടെ മറ്റുള്ളവരിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പം കോവിഡിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് നോക്കി, റിസ്ക് ഫാക്ടറിനെ കുറിച്ച് നോക്കി, ഇൻക്യുബേഷൻ പീരീഡും ഇൻഫെക്ഷ്യസ് പീരീഡും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ മാനേജ്മെൻറ്റിലേക്കാണ് പോകുന്നത്. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചികിത്സ. അപ്പോൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പം ആദ്യം തന്നെ ആയുർവേദത്തിൽ എന്താണ് ഇങ്ങനെയുള്ള പാൻഡമിക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കാരണം കൊറോണ എന്ന് പറയുന്നത് പുതിയ രോഗമായാണ്, നമുക്കിപ്പോൾ ഒരു 1.5 years ആയിട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ 5000 വർഷങ്ങൾക്ക് മുന്നേയുള്ള ശാസ്ത്രത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 5000 years മുന്നെയാണ് നമ്മുടെ ചരക സംഹിതയെല്ലാം രചിക്കപ്പെട്ടിട്ടുള്ളത്. 3rd BC-യിലാണ്. അപ്പോൾ അന്ന് എഴുതിയിട്ടുള്ള ചരക സംഹിതയിൽ ആചാര്യൻ വളരെ കൃത്യമായിട്ട് ജനപദോധ്വംസനീയം എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട്. ജനപദോധ്വംസനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ, ധ്വംസനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എഫക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്യുന്ന. അപ്പോൾ ജനപദോധ്വംസനീയം എന്ന് പറയുന്നത് ലാർജ് കമ്മ്യൂണിറ്റീനെ, ഇൻ്റർനാഷണൽ ബോർഡേഴ്സ് വരെ ക്രോസ് ചെയ്ത് വലിയ ഒരു പോപ്പുലേഷനെ എഫക്റ്റ് ചെയ്യുന്ന മഹാപകർച്ചവ്യാധികളാണ്. അതിനെക്കുറിച്ച് നമ്മൾ ടെക്സ്റ്റുകൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പറയുമ്പം എങ്ങനെയാണ് ഇത് പടരുന്നത് എന്നാണ് ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. പ്രസംഗാത് ഗാത്ര സംസ്പർശാത് സഹശയ്യ ആസനാത് സഹഭോജനാത് വസ്ത്രമാല്യാനുലേപനാത് എന്ന് തുടങ്ങിയ ഒരു ശ്ലോകത്തിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസംഗാത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാവിങ് ക്ലോസ് കോണ്ടാക്ട്, അല്ലെങ്കിൽ നമുക്ക് അടുത്തടുത്ത് ഇടപഴകുക. പ്രസംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് അടുത്തടുത്ത് ഇടപഴകുക. ഗാത്ര സംസ്പർശം എന്ന് പറഞ്ഞാൽ, ഗാത്രം എന്ന് പറഞ്ഞാൽ ശരീരം, സംസ്പർശം എന്ന് പറഞ്ഞാൽ ഹാവിങ് ഫിസിക്കൽ കോണ്ടാക്ട്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളുമായിട്ട് നമുക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ തൊടുക, സ്പർശനം വരിക. സഹഭോജനാത്, സഹഭോജനാത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. സഹശയ്യ ആസനാത്, സഹശയ്യ ആസനാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ശയിക്കുക എന്ന് പറഞ്ഞാൽ കിടക്കുക, ഒരുമിച്ച് ഉറങ്ങുക, ഒരുമിച്ചിരിക്കുക, അതായത് എപ്പോഴും ഒരു ക്ലോസ് കോണ്ടാക്ട് വരിക. വസ്ത്രമാല്യാനുലേപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൻ്റെ ക്ലോത്ത്സ് ആൻഡ് ആക്സസറീസ്, അവരുടെ വസ്ത്രങ്ങളും അവരുപയോഗിക്കുന്ന മറ്റ് സാധനങ്ങൾ, അതായത് ഇപ്പോൾ എന്തും ആവാം, വാച്ചാവാം, അവരുടെ ബെൽറ്റ് ആവാം, അല്ലെങ്കിൽ അവരുടെ മാലയാവാം, അവർ ഉപയോഗിക്കുന്ന എന്ത് സാധനങ്ങളും, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ യൂസ് ചെയ്യുന്ന എന്ത് സാധനവും മറ്റുള്ളവർ യൂസ് ചെയ്യുമ്പോൾ അവരിലേക്ക് ഇൻഫെക്ഷൻ പടരാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. ഈ രീതിയിലാണ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള പാൻഡമിക്കുകൾ സ്പ്രെഡ് ചെയ്യുന്നതെന്നാണ് നമ്മളുടെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ചികിത്സയിലേക്ക് പോവാം. ആയുർവേദത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം ആതുരസ്യ വികാര പ്രശമനം ച. സ്വസ്ഥസ്യ സ്വാസ്ഥ്യരക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വസ്ഥനായിട്ടുള്ള, അതായത് രോഗമൊന്നുമില്ലാത്ത ഒരാളുടെ സ്വാസ്ഥ്യത്തെ, അയാളുടെ അരോഗാവസ്ഥയെ രക്ഷിക്കുക, അല്ലെങ്കിൽ അസുഖമില്ലാത്ത ഒരാളെ അസുഖമില്ലാത്തവനായി തന്നെ തുടർന്നുകൊണ്ട് പോവുക. ദാറ്റ് ഈസ് പ്രിവെൻഷൻ. ആതുരസ്യ വികാര പ്രശമനം ച. ആതുരസ്യ വികാര പ്രശമനം ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആതുരൻ എന്ന് പറഞ്ഞാൽ രോഗിയായിട്ടുള്ള ഒരാൾ, അയാളുടെ രോഗത്തെ ചികിത്സിച്ച് ഭേദമാക്കുക. അപ്പം സ്വസ്ഥനായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ഡിസീസിനെ ക്യൂർ ചെയ്യുകയും, ഇത് രണ്ടുമാണ് ആയുർവേദത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. സോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമുക്ക് ഇതിനകത്ത് നിന്ന് ആദ്യം തന്നെ എടുക്കാം. അപ്പം നമ്മൾക്ക് ആദ്യം രോഗം വരാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇപ്പം നമ്മൾ കോവിഡ് വന്നിട്ട് ചികിത്സിക്കാൻ പോകുന്നതിനേക്കാളും കോവിഡ് വരാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ, അല്ലേ? അപ്പം നമുക്ക് ആദ്യം രോഗപ്രതിരോധത്തിനെ കുറിച്ച് സംസാരിക്കാം. ഹൗ ടു പ്രിവെൻറ്റ്. അപ്പോൾ പ്രിവെൻഷനിലെ ആദ്യത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വൈറസ് നമ്മളിലേക്ക് എത്തുന്നതിനെ നമ്മൾ തടയാന്നുള്ളതാണ്. അപ്പം
അത് തടയുന്നത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇപ്പം നമ്മൾ എങ്ങനെ പടരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പ്രസംഗാത് ഗാറ്റ സംസ്പർശാത്മ നമ്മൾ പറഞ്ഞത്, അതായത് ക്ലോസ് കോൺടാക്ട്, മറ്റുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത്, ഇതൊക്കെയാണ് പടരാനുള്ള കാരണം എന്ന് പറഞ്ഞു. അപ്പോൾ പടരാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്? ബ്രേക്ക് ദ ചെയിൻ. എങ്ങനെയാണോ പടരുന്നത് ആ ചെയിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക. അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മാസ്ക് ധരിക്കുക, ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക, കൈകൾ എപ്പോഴും ശുചിയായിട്ട് വെക്കുക. ഒന്നെങ്കിൽ നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് കൈകൾ കഴുകുക. കണ്ണിലും മൂക്കിലും ചെവിയിലും വായിലും ഒക്കെ തൊടുന്നത് ഒഴിവാക്കുക. മാസ്ക് ധരിക്കുമ്പോൾ കൃത്യമായിട്ട് എണ്ണം ധരിക്കുക. അതായത് മൂക്കിൻ്റെ താഴെയോ വായിൻ്റെ താഴെയോ താടിയിലോ ഒന്നും അല്ല മാസ്ക് ഇടേണ്ടത്. മൂക്കിൻ്റെ മുകളിൽ ഇവിടെ നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ച് ചിന്നിൻ്റെ താഴെ വരെ നമുക്ക് മാസ്ക് ഇടണം. അതായത് ഫുൾ പ്രൊട്ടക്ഷൻ. ഒരു രീതിയിലും ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറരുത് എന്നുള്ളതാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നതിൻ്റെ ഉദ്ദേശം. അപ്പം വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഗുഡ് ക്വാളിറ്റി മാസ്ക് തന്നെ യൂസ് ചെയ്യുക. ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക. പേഴ്സണൽ ഹൈജീൻ കാത്തു സൂക്ഷിക്കുക. പേഴ്സണൽ ഹൈജീൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ പുറത്ത് പോയി വന്നു, ഷോപ്പിൽ പച്ചക്കറി വാങ്ങിക്കാൻ പോയി വന്നു, അപ്പോൾ ആ കവറ് അല്ലെങ്കിൽ നമ്മൾ പോയ സമയത്ത് ഇപ്പം നമ്മൾ മാസ്ക് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ വൃത്തിയായിട്ട് ഇട്ടോളുന്നില്ല. അയാൾ ചിലപ്പോൾ മൂക്കിൻ്റെ താഴെ ആയിരിക്കും മാസ്ക് ഇട്ടിട്ടുണ്ടാവുക. അപ്പോൾ അയാൾ തുമ്മിയിട്ടോ ശ്വാസം വലിക്കുമ്പോഴൊക്കെ അയാളിലുള്ള ആ ഡ്രോപ്ലെറ്റ്സ് നമ്മളെ ഡ്രസ്സിലൊക്കെ വന്ന് വീണിട്ടുണ്ടാവും. ഡ്രസ്സിലും നമ്മുടെ കൈപ്പുറത്ത് നിന്നാണ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ ഭാഗത്തും ആയിട്ടുണ്ടാവുക. അപ്പം നമ്മൾ പുറത്ത് പോയി വന്നാൽ അപ്പം തന്നെ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള പാർട്സ്, ഫേസ് ആണെങ്കിലും കഴുത്താണെങ്കിലും കൈ ആണെങ്കിലും നമ്മുടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ പാർട്സും നമ്മൾ ഉടൻ തന്നെ വീട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് കഴുകുക. അതേപോലെ തന്നെ നമ്മൾ പുറത്ത് പോയിട്ട് വന്നപ്പം ഇട്ടിരുന്ന ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യുക. അല്ലാണ്ട് നമ്മളതൊരു കോമൺ സ്പേസിൽ എല്ലാവരും, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കോമൺ സ്പേസിൽ നമ്മൾ ഇട്ടിരുന്ന ഡ്രസ്സുകളൊന്നും ഊരിയിടാതിരിക്കുക. കാരണം ഇതൊക്കെ ഇൻഫെക്ഷൻ പടരാൻ വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു വൈറസിൻ്റെ വ്യാപനത്തിനെ ഭയങ്കരമായിട്ടും കൂട്ടും. അപ്പം നമ്മൾ അതെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു പേഴ്സണൽ ഹൈജീൻ കാത്തു സൂക്ഷിക്കണം. കൂടാതെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, അടുത്തടുത്ത് പോയി നിൽക്കാതിരിക്കുക. ഇപ്പോഴാണെങ്കിലും നമ്മൾ മീഡിയയിലൊക്കെ കാണുന്നതാണ്, വാക്സിനേഷൻ എടുക്കാൻ പോകുന്നവർ പോലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാണ്ട് വളരെ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പരമാവധി, അതായത് ഒരാൾ തുമ്മിയാൽ വരെ ഒരു 2 മീറ്റർ ഡിസ്റ്റൻസിലേക്കായിരിക്കും ചിലപ്പോൾ ആ ഡ്രോപ്ലെറ്റ്സ് തെറിക്കുക. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും നമ്മൾ ഒഴിവാക്കി നല്ല ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്തിട്ട് വേണം തന്നെ നിൽക്കാൻ. ബസ്സിലാണെങ്കിൽ എവിടെയാണെങ്കിലും പരമാവധി ആളുകളിൽ നിന്ന് വിട്ടൊരകലം വലിച്ചു തന്നെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഈ 4 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രോഗം വരാതിരിക്കാൻ വേണ്ടി. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇമ്മ്യൂൺ ലെവൽസ് സ്ട്രോങ്ങർ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മൾക്ക് ഇങ്ങനെ ഇപ്പം എയറിലൂടെ വരെ ഇതിൻ്റെ ഡ്രോപ്ലെറ്റ്സ് പടരാം എന്നാണ്. അപ്പം നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് ഇത് വരാൻ സാധ്യത വളരെ കുറവാണ്, രോഗം പിടിക്കാനുള്ള. ഇനി രോഗം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലക്ഷണങ്ങൾ വളരെ മൈൽഡായിരിക്കും. അപ്പം ഈ നമ്മുടെ എന്താ പറയുക സാനിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ സ്ട്രോങ്ങർ ആയിട്ട് ഹയർ ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ ലെവൽ സ്ട്രോങ്ങർ ആയിട്ട് വെക്കാൻ വേണ്ടി നമ്മൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് ആഹാരമാണ്. ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. ആയുർവേദത്തിൽ ആഹാരം ഭേഷജം എന്നാണ് പറയുന്നത്. ഭേഷജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധം എന്നാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ മരുന്നാണ്. നമുക്ക് എന്ത് രോഗമുണ്ടെങ്കിലും നമുക്ക് രോഗം വരാതിരിക്കാനും ഒക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും വളരെ ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിന് എന്താണോ ആവശ്യം അത് നോക്കിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പം സമീകൃത ആഹാരം കഴിക്കുന്നതിൽ എന്തൊക്കെയാണ് അടങ്ങേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിന് 5 ഘടകങ്ങളാണുള്ളത്. കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. ഈ 5 ഘടകങ്ങളാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ ഉണ്ടാവേണ്ടത്. അതിൽ 65% കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കണം, 15% ഫാറ്റ്സ് ആയിരിക്കണം, 20% പ്രോട്ടീൻ ആയിരിക്കണം. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻസും മിനറൽസുമാണ്. അത് ട്രേസ് ക്വാണ്ടിറ്റിയിലേ വേണ്ടൂ, നമുക്കൊരു പെർസെൻറ്റേജ് കണക്കിന് പറയാൻ പറ്റില്ല. ഇപ്പം കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നജമാണ്. അന്നജം നമുക്ക് എന്തിൽ നിന്നൊക്കെയാണ് കിട്ടുക? ധാന്യങ്ങളിൽ നിന്ന് കിട്ടും അല്ലേ? അരി, ഗോതമ്പ്, റാഗി, ചോളം, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ്, ചേന, ചേമ്പ്, കാച്ചിൽ, മധുരക്കിഴങ്ങ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അന്നജം ഒരുപാടുള്ള സാധനങ്ങളാണ്. ഫാറ്റ് നമുക്ക് എന്തെന്നൊക്കെയാണ് കിട്ടുക? ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴുപ്പുകളാണ്. കൊഴുപ്പുകൾ നമുക്ക് എണ്ണകളിൽ നിന്ന് കിട്ടും. നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയാവട്ടെ, സൺഫ്ലവർ ഓയിലാവട്ടെ, ഒലീവ് ഓയിലാവട്ടെ, ഇതെല്ലാം ഫാറ്റ് തന്നെയാണ്. അതല്ലാണ്ട് നമുക്ക് നെയ്യ്, ഘൃതം, നവനീതം,
നവനീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടറാണ്. ഇതെല്ലാം ഫാറ്റ് സോഴ്സസ് ആണ്. അതുകൂടാതെ നമുക്ക് മീറ്റിൽ നിന്നും ഒക്കെ ഫാറ്റ്സ് കിട്ടും. ഇറച്ചികൾ, അതായത് കോഴിയിറച്ചി ആവട്ടെ, മട്ടൺ ആവട്ടെ, ഫിഷ് ഐറ്റംസ് ആവട്ടെ, എല്ലാത്തിനകത്തും ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ എന്ന് പറയുന്നത് മാംസ്യമാണ്. മാംസ്യം എന്ന് പറയുന്നത് നമുക്ക് മുട്ട, പാല്, ചീസ്, പനീർ, എല്ലാ മീറ്റുകളും, അതേപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, പരിപ്പ്, കടല, ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഒരു 65, 15 and 20 കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ എന്നുള്ള രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, നമ്മുടെ ശരീരം സുഗമമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ട എല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് തന്നെ കിട്ടും. ഇനിയുള്ളത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്, ഇതിനകത്തെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് വൈറ്റമിൻ സി രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ വൈറ്റമിൻസും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് തന്നെ. പക്ഷേ വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ അതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുന്ന ഫ്രീ റാഡിക്കൽസ് ആയിട്ട് ബൈൻഡ് ചെയ്യും. ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ എമൗണ്ട് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ നമ്മളെ രോഗപ്രതിരോധ ശേഷിനെ ഭയങ്കരമായിട്ട് അത് കുറയ്ക്കും. അപ്പം ഈ വൈറ്റമിൻ സിക്കകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് എന്ത് ചെയ്യും, ഇതുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളുടെ ഇമ്മ്യൂണിറ്റി കൂടും. അപ്പം നമ്മൾ എപ്പോഴും വൈറ്റമിൻ സി എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടെങ്കിലും, വൈറ്റമിൻ സി ഉള്ള ഒരു ഫ്രൂട്ടെങ്കിലും ഒരു ദിവസം കഴിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട കാര്യമാണ്. വൈറ്റമിൻ സി എൻറിച്ച്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ചെറിയ തോതിൽ പുളി രസമുള്ള എല്ലാ സാധനങ്ങളും, എല്ലാ ഫ്രൂട്ട്സും വൈറ്റമിൻ സി എൻറിച്ച്ഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഓറഞ്ച്, ലെമൺ, ഓറഞ്ച്, നാരങ്ങ, അതേപോലെ നെല്ലിക്ക വൈറ്റമിൻ സിൻ്റെ ഭയങ്കര നല്ലൊരു സോഴ്സാണ്. അപ്പോൾ ഒരു ദിവസം ഒരു നെല്ലിക്ക കഴിച്ചാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻ സി നമുക്ക് കിട്ടും. അപ്പോൾ ദിവസവും ഒരു നെല്ലിക്ക വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വൈറ്റമിൻ സി എൻഷ്യൂർഡായി. ഇനി നമുക്ക് വൈറ്റമിൻ എ ക്യാരറ്റ്സിലുണ്ട്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലുണ്ട്, മീറ്റിലുണ്ട്, ഫിഷ് ലിവർ ഓയിലുണ്ട്. അതേപോലെ വൈറ്റമിൻ ഡിയും നമ്മുടെ ശരീരത്തിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ്. വൈറ്റമിൻ ഡി ഫിഷ് ലിവർ ഓയിൽസിൽ നമുക്ക് അവൈലബിൾ ആണ്. അതൊന്നും അല്ലാണ്ട് ഏറ്റവും നല്ല വൈറ്റമിൻ ഡിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. അപ്പം 11 മണിക്കും 3 മണിക്കും, രാവിലെ 11 മണിക്കും വൈകുന്നേരം 3 മണിക്കും ഇടയ്ക്കുള്ള ഒരു വെയിൽ ഒരു 10 to 15 മിനിറ്റ് കൊള്ളുന്നതാണ് വൈറ്റമിൻ ഡി കിട്ടാനുള്ള ഏറ്റവും നല്ല സോഴ്സ്. അപ്പം നമുക്ക് നല്ല വെയിലത്ത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ സൂര്യാഘാതം വെക്കില്ലെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഭയങ്കര കുത്തുന്ന വെയിലാണെങ്കിൽ കുറച്ച് നേരം ജനലിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള വെയിൽ കിട്ടും. വെയിൽ കൊള്ളുന്നതിലൂടെ നമ്മളുടെ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടും. വൈറ്റമിൻ ഡി ആവശ്യത്തിനുണ്ടെങ്കിലേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാൽഷ്യം പോലും നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ പോവാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ വൈറ്റമിൻസിൻ്റെ എമൗണ്ട് നമ്മുടെ ശരീരത്തിൽ എൻഷുർ ചെയ്യുന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, ഇതൊക്കെ നമ്മൾ എന്നും കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് സെലക്റ്റീവായിട്ട് കുറച്ച് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അധികം കഴിക്കുക, കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക, അതേപോലെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് വേറെ രോഗങ്ങളൊന്നും വരില്ല. ഇനി ആയുർവേദത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം സാത്മ്യമായിട്ടുള്ള സാധനങ്ങൾ കഴിക്കാനാണ് പറയുന്നത്. സാത്മ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിക്ക് ശീലമായിട്ടുള്ളത്, പൂർവികരായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു പാറ്റേൺ ഓഫ് ഫുഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഓഫ് ഡയറ്റ് ഉണ്ട്. നമ്മളുടെ നാടിന്, നമ്മുടെ ശരീരത്തിനൊക്കെ ചേരുന്ന തരത്തിലുള്ള ഭക്ഷണം, ചോറ്, അതേപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ അതാണ് നമ്മളുടെ ശരീരത്തിന് നല്ലതായിട്ടുണ്ടാവുക. നമ്മളിപ്പം പുറമേ ഉള്ള ആൾക്കാരെ പോലെ രാവിലെ പാസ്ത അല്ലെങ്കിൽ സോസേജ്, ബേക്കൺ, ബ്രെഡ്, ഇതൊന്നും നമ്മുടെ ശരീരത്തിന് സാധ്യമായിട്ടുള്ള സാധനങ്ങളല്ല. അപ്പം ഇതൊക്കെ കഴിക്കുന്നതിലൂടെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുകയേ ഉള്ളൂ. മാത്രമല്ല നമ്മൾ ജങ്ക് ഫുഡ്സ്, ഈ ബർഗർ, സാൻഡ്വിച്ച്, പാസ്ത ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ജങ്ക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പം നമ്മുടെ ശരീരത്തിലൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ആ ഇൻഫ്ലമേഷൻ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് രോഗങ്ങൾ പിടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ സാത്മ്യമായിട്ടുള്ള, നമ്മളുടെ ശരീരത്തിന് ശീലമായിട്ടുള്ള, നമ്മളുടെ പൂർവികരായിട്ടേ കഴിച്ചു വരുന്ന ആ ഭക്ഷണങ്ങളാണ് നമുക്ക് വേണ്ടത്. ലഘുവായിട്ടുള്ളത് കഴിക്കുക. ലഘു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ്, ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ ആചാര്യന്മാർ പറയുന്നത് നമ്മളുടെ വയറിനെ 3 ഭാഗമായിട്ട് തിരിച്ചാൽ അതിൽ ഒരു ഭാഗം നിറയുന്ന അത്രയും ഭക്ഷണമേ നമുക്ക് ആവശ്യമുള്ളൂ. വയറ് നിറച്ച് കഴിച്ച് വയറിനെ ഭയങ്കര വലുതാക്കി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതൽ ഭക്ഷണം കഴിച്ചാൽ കൂടുതൽ ഇമ്മ്യൂണിറ്റി എന്നില്ല. ശരിയായ അളവിൽ ശരിയായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിമ്പോഴാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുക. അതേപോലെ തന്നെ ഉഷ്ണമായിട്ടുള്ളത്, ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് പ്രിസർവ് ചെയ്തതും
അല്ലെങ്കിൽ ടിൻഡായിട്ടുള്ള ഫുഡും ഒന്നും അത്ര നല്ലതല്ല. അപ്പം നമ്മളെപ്പോഴും ഉഷ്ണമായിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ, ചൂടോട് കൂടിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ റീഹീറ്റ് ചെയ്ത് കഴിക്കുന്നത് ക്യാൻസറസ് ആണ്. അതുകൊണ്ട് പരമാവധി നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫുഡ് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ആയുർവേദത്തിൽ നമ്മൾ നിത്യവും ശീലിക്കേണ്ട കുറച്ച് ഭക്ഷണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിത്യരസായനം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് നമുക്ക്. അപ്പം നിത്യരസായനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ശീലിച്ചു പോരുന്നുണ്ട്, അല്ലെങ്കിൽ ആ പറഞ്ഞ സാധനങ്ങൾ ദിവസവും കഴിക്കുമ്പോൾ നമുക്ക് യൗവനത്തിലേക്ക്, അതായത് നമ്മുടെ ഏജിങ് പ്രോസസ്സിനെ വരെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പം ശാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തവിട് കളയാത്ത അരി, അല്ലെങ്കിൽ തവിടുള്ള അരി, അതിൻ്റെ ചോറ്, നെയ്യ്, പാല്, ചെറുപയർ, ഇതെല്ലാം നിത്യരസായനങ്ങളാണ്. നെല്ലിക്ക, ഇതെല്ലാം എന്നും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇപ്പം നമ്മൾ തവിട് കളയാത്ത ചോറ്, അതിലേക്ക് നമ്മൾ ചെറുപയർ വേവിച്ചിട്ടോ ചെറുപയർ തോരനോ അതൊരു പോർഷൻ എടുക്കുക. അതിലേക്ക് നമ്മൾ നെയ്യ് ഉരുക്കി ഒഴിക്കുക. അപ്പം നമുക്ക് ചെറുപയറിൽ നിന്ന് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നുണ്ട്. തവിട് കളയാത്ത അരിയിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ബി കിട്ടും, അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് കിട്ടും. നെയ്യിൽ നിന്ന് നമുക്ക് ഫാറ്റ് കിട്ടും. അപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ എന്താ, അതൊരു ബാലൻസ്ഡ് ഡയറ്റാണ്. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ബാലൻസ്ഡ് ഡയറ്റാണ്. ഇത് നമ്മൾ എന്നും ഈ രീതിയിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടിക്കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് അസുഖങ്ങൾ വരില്ല. മാത്രമല്ല ഇത് കീപ്പ് അസ് യങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ചെക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഭക്ഷണം തന്നെയാണ് വരുന്നത്. അടുത്തത് ഉറക്കം, സ്ലീപ്പ്. നിദ്ര എന്ന് പറയുന്നതിനെ ആയുർവേദത്തിൽ നമ്മുടെ ശരീരത്തിനെ താങ്ങി നിർത്തുന്ന 3 പില്ലറിൽ ഒരെണ്ണമായിട്ടാണ് പറയുന്നത്. 8 മണിക്കൂർ ഉറക്കം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പം സ്ലീപ്പ് ഏർലി, റൈസ് ഏർലി. നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക, അതാവണം നമ്മുടെ ശീലം. ബ്രാഹ്മമുഹൂർത്തെ ഉത്രിഷ്ടേത് സ്വസ്ഥോ രക്ഷാർത്ഥം ആയുഷഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് എഴുന്നേൽക്കുന്നതാണ് ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും വേണ്ട കാര്യം. ആ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺറൈസിന് ഒരു 1.5 hours മുന്നേ ഉള്ള സമയത്തിനാണ് നമ്മൾ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുക. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 4:30 തൊട്ട് 5:30 ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു ടൈമായിരിക്കും ബ്രാഹ്മമുഹൂർത്തം. അപ്പോൾ ബ്രാഹ്മമുഹൂർത്തത്തിലാണ് നമ്മൾ എഴുന്നേൽക്കേണ്ടത്. അപ്പോൾ ഈ 5 മണിക്ക് എണീക്കണമെങ്കിൽ നമ്മൾ എന്തായാലും ഒരു 9:30-10 മണിയാകുമ്പോഴത്തേക്കും ഉറങ്ങണം. അപ്പം നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കുക. 10 മണിക്ക് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു 11 o'clock ആകുമ്പോഴത്തേക്കും നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് എത്തും. 11 മണി ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഉറക്കത്തിലാണ്. നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ലോക്കൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ലോക്കൽ ഹോർമോൺസിന് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള കേടുപാടുകളൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഹോർമോൺസ് ആണ്. മാത്രമല്ല നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സൈറ്റോകൈൻസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ആവും. ഈ സൈറ്റോകൈൻസിന് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന രോഗാണുക്കളെയും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയും ഒക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നല്ലോണം ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. സൈറ്റോകൈൻസ് ആവട്ടെ, ലോക്കൽ ഹോർമോൺസ് ആവട്ടെ. നമ്മുടെ ശരീരത്തിൽ ഹീലിംഗ് നടക്കണമെങ്കിൽ നമ്മൾ നല്ലോണം ഉറങ്ങണം. അപ്പം നേരത്തെ കിടന്ന് നേരത്തെ എണീക്കാൻ ശ്രദ്ധിക്കാം. ഇനി നേരത്തെ എണീറ്റ് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? രാവിലെ സമയത്ത് പൊല്യൂഷൻ വളരെ കുറവായിരിക്കും. അത് കൂടാതെ തന്നെ നമ്മളുടെ അറ്റ്മോസ്ഫിയർ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. ഓക്സിജൻ്റെ അളവ് അറ്റ്മോസ്ഫിയറിൽ എയറിൽ കൂടുതലായിരിക്കും. മാത്രമല്ല നമ്മുടെ ബ്ലഡിൻ്റെയും ബ്രെയിനിൻ്റെയും ഒക്കെ സ്റ്റഡീസ് നടന്ന സമയത്ത് ബ്ലഡിൻ്റെ തിക്നെസ് ഈ രാവിലെ സമയത്ത്, അതായത് ഒരു 4 മണി 5 മണി സമയമാകുമ്പോൾ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ആക്റ്റീവ് ആയിരിക്കുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി നമ്മൾ 2 സമയത്തുള്ളതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രാവിലെ നമ്മുടെ ബ്രെയിൻ കൂടുതൽ ആക്റ്റീവായിരിക്കും. അതായത് ഈ ഒരു 4:30-5 മണി സമയത്ത്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും അത് കൂടുതൽ പ്രൊഡക്റ്റീവായിരിക്കും. നിങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം നമുക്കത് ശീലമില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ എണീച്ചിരുന്നാൽ പെട്ടെന്ന് ഉറക്കം വരുമായിരിക്കും. പക്ഷേ അത് നമ്മൾ ശീലിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ മറന്നു പോവില്ല. മാത്രമല്ല പെട്ടെന്ന് നമുക്ക് കൂടുതൽ ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നേരത്തെ കിടക്കുക, നേരത്തെ എണീക്കുക. അപ്പം നമ്മുടെ ബോഡി റിജുവനേറ്റ് ചെയ്യുന്നതും ഡീടോക്സിഫൈ ചെയ്യുന്നതും ഹീൽ ചെയ്യുന്നതും ഒക്കെ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ രോഗം വരാതിരിക്കാൻ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രോഗികളായിരിക്കുന്നവർക്കും നല്ലോണം ഉറങ്ങിയാൽ തന്നെ ശരീരം പെട്ടെന്ന് ഹീൽ ചെയ്ത് രോഗം മാറുള്ളൂ. അപ്പം നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നല്ല ഭക്ഷണം, നല്ല ഉറക്കം. അടുത്തത് വെള്ളമാണ്. നമ്മുടെ ശരീരത്തിന് 70% വാട്ടറാണ്. അപ്പം ഈ നമ്മുടെ ശരീരത്തിൽ എന്ത് തന്നെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിലും വെള്ളം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വെള്ളം നമ്മൾ കുടിക്കുക എന്നുള്ളത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്.
ഒരു 2 to 3 liters ഓഫ് വാട്ടർ നമ്മൾ ഡെയിലി കുടിക്കണം. 25 കിലോ ഉള്ള ഒരാൾക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിനാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. അപ്പം ഞാനിപ്പം ഒരു 70 kg ആണെങ്കിൽ ഞാനൊരു 2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. ആ ഒരു രീതിയിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. അപ്പം നമ്മൾ ഈ നല്ലോണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വൈറസുകളും ടോക്സിനുകളും ഒക്കെ നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പം അതിലൂടെ പുറന്തള്ളപ്പെടും. സോ ഇൻഫെക്ഷൻസ് വരാതിരിക്കാനും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ റിക്കവറിക്കും വെള്ളം കുടിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 3 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എപ്പോഴും വെള്ളത്തിന് ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളുന്നില്ല. അപ്പം തിളപ്പിച്ചാറിയ വെള്ളം പല രീതിയിൽ ഫ്ലേവേർഡ് വാട്ടറായിട്ട് നിങ്ങൾക്ക് കുടിക്കാം. ഇഞ്ചി ചതച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് വെള്ളത്തിൽ ചേർത്ത് കുടിക്കാം. അതല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കാം, ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം, കരിങ്ങാലി ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാം. അതൊന്നും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മുറിച്ചിട്ടിട്ട് അത് ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ള വെള്ളം കുടിക്കാം. ഈ രീതിയിൽ എങ്ങനെയെങ്കിലും വെള്ളം ഒരു 3 ലിറ്റർ വെള്ളം നമ്മുടെ ശരീരത്തിൽ 2 to 3 ലിറ്റർ വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തിക്കാൻ എന്തായാലും ശ്രമിക്കുക. പിന്നെ മദ്യം എന്ന് പറയുന്നത് ഈ 3 ലിറ്ററിൽ പെടുന്നതല്ല. മദ്യം കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. മാത്രമല്ല നമ്മൾ ഈ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെങ്കിൽ നമ്മൾ മദ്യം ഒഴിവാക്കണം. ബിക്കോസ് മദ്യം കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാവുന്നു. അപ്പം നമുക്ക് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. മാത്രമല്ല അസുഖമുള്ളവരിൽ അത് മാറാനും, അതായത് ഇതിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഒരു സ്ട്രിക്റ്റ് നോ ടു ആൽക്കഹോൾ ആണ്. നമ്മൾ ആസ് പെർ കോവിഡിനെ കുറിച്ച് നമ്മൾ കൺസേൺഡ് ആയിരിക്കുന്ന സമയത്ത് ആൽക്കഹോൾ ഇസ് എ സ്ട്രിക്റ്റ് നോ. പിന്നെ ഷുഗറി ആയിട്ടുള്ള ജ്യൂസസ്, മധുരം ഇട്ടിട്ടില്ല. അപ്പം നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞാലും മതിയോ എന്ന് വിചാരിക്കും. പക്ഷെ ജ്യൂസ് കുടിക്കുന്നതിന് തെറ്റില്ല. ജ്യൂസ് കുടിക്കുമ്പോൾ ഒന്ന് അരിക്കാതെ കുടിക്കുക. അരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെടും. രണ്ടാമത് നമ്മൾ പഞ്ചസാര ചേർക്കാതെ വേണം കഴിക്കാൻ. പഞ്ചസാരയുടെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൻ്റെ സാന്ദ്രത, കോൺസെൻട്രേഷൻ, കട്ടി കൂടും രക്തത്തിൻ്റെ. അത് ഫ്ലോ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് രോഗം വരാനും സാധ്യതകൾ കൂടുതലാണ്, രോഗം വന്നാൽ മാറാനും സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് പഞ്ചസാരയുടെ അളവ് കഴിയുന്നത്ര കുറയ്ക്കുന്നതാണ് നല്ലത്. അടുത്ത 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സസൈസ് ആണ്, വ്യായാമം. ലഘുവായിട്ടുള്ള വ്യായാമം നിത്യമായിട്ട് നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ദിനചര്യയിൽ ആചാര്യന്മാർ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി ഫോളോ ചെയ്യാൻ പറയുന്നൊരു ദിനചര്യയുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം. അപ്പം നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ വലിയൊരു സ്പേസ് നമുക്കില്ല, റൂമിൻ്റെ അകത്ത് കൂടെ തന്നെ നടക്കുക, ജോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഇത്രയൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ, അത് സ്ട്രെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ജോയിൻറ്റ്സും ഒന്ന് നിവർത്തുകയും മടക്കുകയും ചെയ്യുക. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ എൻഷ്യൂർഡ് ആയിരിക്കും. ബ്ലഡൊക്കെ കറക്റ്റായിട്ട് ഫ്ലോ ചെയ്യും. മസിൽസിനൊക്കെയുള്ള സ്റ്റിഫ്നെസ്സും ടൈറ്റ്നെസ്സും ഒക്കെ റിലീസ്ഡ് ആവും. അപ്പം വ്യായാമം മുടക്കാണ്ട് ചെയ്യാം. അതേപോലെ തന്നെ പ്രാണായാമം. ഇപ്പം പ്രാണായാമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എന്താണെന്ന് അറിയണം എന്നുണ്ടാവില്ല. പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ലങ് കപ്പാസിറ്റിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്വസന വ്യായാമങ്ങളാണ് പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൂക്ക് ഇങ്ങനെ അടച്ചു പിടിക്കുക, നല്ലോണം ശ്വാസം എടുക്കുക, അതൊന്ന് ക്ലോസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക, ഇപ്പുറത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക, വീണ്ടും ഒന്ന് ഹോൾഡ് ചെയ്യുക, വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ പ്രാണായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ ലങ്സ് നിറയത്തക്ക രീതിയിൽ ശ്വാസം എടുക്കുകയും കുറച്ചു നേരം പിടിച്ചു വെക്കുകയും വളരെ സാവധാനത്തിൽ റിലീസ് ചെയ്യുകയും ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് ശ്വസന വ്യായാമങ്ങൾ ചെയ്യാം. അതേപോലെ ഈ 4 കാര്യങ്ങളാണ് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഇത് കൂടാതെ ഇനി കോവിഡ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ വൈറസ് നമ്മളുടെ ശരീരത്തിലേക്ക് കയറുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു കാര്യമാണ് ആവി പിടിക്കുന്നത്. ആവി പിടിക്കുക. അതേപോലെ തന്നെ സെലൈൻ ഗാർഗിൾ ചെയ്യുക. സെലൈൻ ഗാർഗിൾ എന്ന് പറഞ്ഞാൽ ഉപ്പിട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അത് തൊണ്ടയിൽ കവിൾക്കൊള്ളുക. അത് കൂടാതെ തന്നെ സെലൈൻ നേസൽ ഡ്രോപ്സ് ഒഴിക്കുക. വീടുകളിൽ സെലൈൻ ഡ്രോപ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കുക. അതല്ലെങ്കിൽ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതൊരു 2 തുള്ളി ഫില്ലറിലാക്കി മൂക്കിലൊഴിക്കുക. ഇതുകൂടാതെ അപരാജിത ധൂമചൂർണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആയുർവേദത്തിലൊരു മരുന്നുണ്ട്. അത് നമ്മൾ പുകയ്ക്കുകയാണ് ചെയ്യുക. കനലിലേക്ക് ഈ പൊടി കുറച്ചിട്ടിട്ട് റൂം ഫുൾ നമ്മൾ പുകയ്ക്കുക. ഇപ്പം നടന്ന ഒരുപാട് സ്റ്റഡീസിൽ നമുക്ക് അപരാജിത ധൂമചൂർണം ഉപയോഗിച്ച് നമ്മൾ റൂമുകൾ പുകയ്ക്കുമ്പം ബാക്ടീരിയൽ കോളനീസ്, അതേപോലെ വൈറസുകൾ, ഫംഗൽ കോളനീസ്, ഇതെല്ലാം ഇറാഡിക്കേറ്റ് ചെയ്യാൻ, അതിനൊക്കെ നമുക്ക് നശിപ്പിച്ച് കളയാനുള്ള ശക്തിയുള്ളതാണ് അപരാജിത ധൂമചൂർണം. അപ്പോൾ എന്തെങ്കിലും ഒരു തട്ടം നമ്മുടെ വീടുകളിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ, ഈ കോവിഡ് മാത്രമല്ല ബാക്കി പല രോഗങ്ങളും വരാതിരിക്കാൻ ദിവസവും വൈകുന്നേരം ഈ ധൂമചൂർണം ഉപയോഗിച്ച് വീടുകൾ പുകയ്ക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇന്ദുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റോക്ക് സാൾട്ടാണ്, അത് പിങ്ക് കളറിലിരിക്കും.
ഇന്ദുപ്പിൻ്റെ ഒരു ഇച്ചിരി ചെറിയ കഷ്ണവും ഒരു ഇഞ്ചിയുടെ ഒരു 1/2 ഇഞ്ച് ലോങ് ആയിട്ടുള്ള കഷ്ണവും എപ്പോഴും ഭക്ഷണത്തിന് മുന്നേ ചവച്ചരച്ച് കഴിക്കുക. ഇഞ്ചി എന്ന് പറയുന്നത് മഹാ ഔഷധമാണ്. അതായത് എല്ലാ രോഗങ്ങളും മാറ്റാൻ കഴിവുള്ള ഒരു സ്പൈസാണ് ഇഞ്ചി അല്ലെങ്കിൽ ജിഞ്ചർ. അപ്പം ഇഞ്ചി എന്ന് നമ്മൾ ഭക്ഷണത്തിന് മുന്നേ കഴിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ദഹന പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക. ദഹനം ഇൻടാക്റ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് രോഗങ്ങളൊന്നും വരില്ല. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മൾ നോർമലി എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതല്ലാണ്ട് നമുക്ക് ആയുർവേദത്തിൽ പ്രതിരോധ ഔഷധങ്ങൾ ഒരുപാട് അവൈലബിൾ ആണ്. സുദർശന ഗുളിക, വെല്ലുവാതി ഗുളിക, അതേപോലെ സുദർശന ചൂർണം, ഇന്ദുകാന്തം കഷായം, അമൃതപ്രാശംകൃതം, അങ്ങനെ ഒരുപാട് മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങളൊരു ആയുർവേദ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ പ്രകൃതിക്കും നിങ്ങളുടെ ശരീരത്തിനും ഇണങ്ങുന്ന പ്രതിരോധ മരുന്ന് ഏതാണെന്ന് കുറിച്ച് വാങ്ങിയ ശേഷം അത് ദിവസവും കഴിക്കുന്നതും രോഗം വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും. ഇനി ഇപ്പം നമ്മൾ രോഗമില്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് സംസാരിച്ചത്. ഇനി കോവിഡ് രോഗികൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പം നിലവിൽ ക്രിട്ടിക്കൽ കെയർ മാനേജ്മെൻറ്റ് ആവശ്യമില്ലാത്തവരും ഓക്സിജൻ്റെ സാച്ചുറേഷൻ 94 താഴേക്ക് പോവാത്തവരും വളരെ സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ഒന്നും കാണിക്കാത്ത, അതായത് ഒരു മൈൽഡ് ടു മോഡറേറ്റ് സിംറ്റംസ് കാണിക്കുന്ന രോഗികളിലാണ് ഇപ്പം നമുക്ക് നിലവിൽ ചികിത്സ ചെയ്യാനുള്ള അനുവാദമുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് കോവിഡ് പോസിറ്റീവായിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നതിലൂടെ അവരുടെ ലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ റിക്കവറി ആവുന്നുണ്ട്. പ്രതിരോധ മരുന്നുകൾ കഴിക്കുന്നവർക്ക് ആ കോവിഡ് വന്നാലും വലിയ ലക്ഷണങ്ങളിലേക്ക് പോകില്ല. ഇനി രോഗം വന്നവർക്ക് തന്നെ നമുക്ക് ഒരുപാട് മരുന്നുകളുണ്ട്. അത് നിങ്ങൾ ഡോക്ടർമാരെ കണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ബുദ്ധിമുട്ടുള്ളത് എന്നുള്ളത് നോക്കി നിങ്ങളുടെ പ്രകൃതിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഓൾറെഡി അണ്ടർലൈങ് മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കി പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് മരുന്നുകൾ ലഭിക്കും. ഇനി പോസ്റ്റ് കോവിഡ്, ഇപ്പം നമ്മൾ രോഗമില്ലാത്തവരുടെ കാര്യം പറഞ്ഞു, രോഗികളുടെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ കോവിഡ് വന്ന് മാറിയവർ, കോവിഡ് വന്ന് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 80% അല്ലെങ്കിൽ ഒരു 90% ഓഫ് പോസ്റ്റ് കോവിഡ് പേഷ്യൻസിനും പോസ്റ്റ് കോവിഡ് സിൻഡ്രോംസ് ഉണ്ടാവാറുണ്ട്. അതായത് കോവിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മൾട്ടിപ്പിൾ ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ മാറി നമ്മൾ നെഗറ്റീവ് ആയാൽ പോലും പലരിലും ഒരുപാട് വേറെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ഉറക്കക്കുറവ്, മണം കിട്ടായിക, രുചി അറിയായിക, നെഞ്ചുവേദന, ശ്വാസം മുട്ടൽ, ഉയർന്ന രക്തസമ്മർദ്ദം അതായത് ഹൈ BP, നെഞ്ചിടിപ്പിൻ്റെ താളം തെറ്റുക അല്ലെങ്കിൽ നെഞ്ചിടിപ്പ്, ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റുക, ഇങ്ങനെ പല 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 പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, ആങ്സൈറ്റി, അമിതമായിട്ടുള്ള ദേഷ്യം, ഇങ്ങനെ പല പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്നാണ് നമ്മളിതിന് പറയുക. ഇത് കോവിഡ് വന്ന് മാറി 2-3 മാസം വരെയും നിലനിൽക്കും എന്നാണ് ഇപ്പോൾ ഉള്ള റീസെൻറ്റ് സ്റ്റഡീസിൽ. ഒരു 3 months വരെയാണ് ഇതിൻ്റെ ടൈം പറയുന്നത്. അപ്പോൾ ഇതാണെങ്കിലും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്താ പറ്റുക? ഉറക്കക്കുറവ് മിക്കവാറും ആളുകളിലും ടെൻഷൻ കാരണം അമിതമായിട്ടുള്ള ഉത്കണ്ഠ മൂലമാണ് വരുന്നത്. എനിക്ക് കോവിഡ് വന്നു, ഇനിയിപ്പോൾ എന്താവും, എന്തെങ്കിലും അനുബന്ധമായിട്ട് രോഗങ്ങൾ ഉണ്ടാവോ, എൻ്റെ ലങ്സിൽ ക്യാൻസർ വരുമോ, ഇങ്ങനെയൊക്കെയുള്ള പല പല ചിന്തകളാണ് നമുക്ക്. നമ്മുടെ ശരീരം ഹീൽ ചെയ്യണമെങ്കിൽ നമ്മൾ സ്ട്രെസ് ഇല്ലാത്തവരായിരിക്കണം. അതായത് നമ്മുടെ ശരീരത്തിന് അത്ര സമാധാന അന്തരീക്ഷം ഉണ്ടെങ്കിൽ അല്ലേ നമ്മുടെ ശരീരത്തിന് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആവശ്യമില്ലാണ്ട് നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം മാറിക്കോളും. വെച്ചാൽ വലിയ കോവിഡിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവസ്ഥയെ നമ്മൾ തരണം ചെയ്തിട്ടാണ് വന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പേടിക്കാനുള്ളത്? ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കണം. അതേപോലെ രാത്രി ഉറക്കക്കുറവ്, ഒരുപാട് പേർക്ക് പോസ്റ്റ് കോവിഡ് എല്ലാവർക്കും ഉറക്കക്കുറവ് അനുഭവപ്പെടാറുണ്ട്. അതും ടെൻഷൻ കാരണം തന്നെയാണ്. അപ്പം ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് ഇഷ്ടമല്ല പണ്ട് സംഭവിച്ച നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഇനിയുള്ള നമ്മൾ ഡ്രീമുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക, അല്ലെങ്കിൽ ബുക്കുകൾ വായിച്ച് കിടക്കുക, പാട്ട് കേട്ട് കിടക്കുക. ഈ രീതിയിൽ മനസ്സിനെ നമ്മൾ തന്നെ ഡീസ്ട്രെസ് ചെയ്തിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. ഗ്രാജുവലി നമുക്കത് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ ക്ഷീണം, ഒരുപാട് പേർക്ക് അമിതമായിട്ട് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. അപ്പം ക്ഷീണമൊക്കെ അനുഭവപ്പെടുമ്പോൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ലോണം വെള്ളം കുടിക്കുക. മാക്സിമം പറ്റുന്ന പോലെ ഒരു 3 ലിറ്റർ വെള്ളം ദിവസവും കുടിക്കാൻ ശ്രമിക്കുക. സമീകൃത ആഹാരം കഴിക്കുക, ലഘുവായിട്ടുള്ള വ്യായാമം ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കിതിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ ശരീരവേദന, ജോയിൻറ്റ് പെയിൻ ഉള്ളവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് മെഡിസിൻ ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. മെഡിസിൻസ് ഉണ്ട് നമുക്കിതിനൊക്കെ, മെഡിസിൻ അല്ലാണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ശരീരവേദന ഉള്ളവർക്ക് ഇതേപോലെ ലഘുവായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക. റൂമിൻ്റെ അകത്ത് കൂടെ നടക്കുക, കൈയും കാലും അനക്കുക, വിരലുകൾ അനക്കി കൊടുക്കുക, ലഘുവായിട്ടുള്ള പ്രാണായാമങ്ങൾ ചെയ്യുക. ഇതെല്ലാം ചെയ്യാം. ശ്വാസം മുട്ടൽ പോസ്റ്റ് കോവിഡ് ഒരുപാട് പേർക്ക് ഉണ്ടാവുന്നതാണ്. അതിന് നമുക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുകളുണ്ട് ആയുർവേദത്തിൽ. അതൊരു ഡോക്ടറെ കണ്ടതിന് ശേഷം മെഡിസിൻസൊക്കെ ഫോളോ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹൃദയമിടിപ്പോ അല്ലെങ്കിൽ
അങ്ങനെ ബുദ്ധിമുട്ടുകൾ, ഹൃദയത്തിൻ്റെ നെഞ്ചിടിപ്പ് ഭയങ്കര, ക്ഷീണം തോന്നുക, ഭയങ്കര നെഞ്ചിൻ്റെ അകത്ത് വേദന അനുഭവപ്പെടുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ECG എടുക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ട് റൂൾ ഔട്ട് ചെയ്യുക, ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ ചെയ്യുക. ഈ രീതിയിൽ നമുക്ക് ഇതിനെ ഗ്രാജുവലി ഓവർകം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡീസ്ട്രെസ് ചെയ്യാനുള്ള നമുക്ക് ശിരോധാരം മുതലായിട്ടുള്ള ചികിത്സകൾ, ഉഴിച്ചിൽ, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് കോവിഡ് സിൻഡ്രോമിനെ പെട്ടെന്ന് തന്നെ ഓവർകം ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ തന്നെ പോസ്റ്റ് കോവിഡ് നമുക്ക് ശരീരത്തിന് നമ്മളുടെ എന്താ പറയുക, കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ ധാതുക്കളൊക്കെ വളരെയധികം ക്ഷയിച്ചിരിക്കും. നമ്മുടെ എല്ലാ സിസ്റ്റംസിനെയും എഫക്റ്റ് ചെയ്ത് നമ്മുടെ ടിഷ്യൂസൊക്കെ വളരെ അൺഹെൽത്തി അല്ലെങ്കിൽ ഇല്ലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതിനെ റീസ്റ്റോർ ചെയ്യാൻ, നമ്മുടെ ശരീരത്തിലെ സെൽസിൻ്റെയും ടിഷ്യൂസിൻ്റെയൊക്കെ നോർമൽ ഹെൽത്ത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രസായനങ്ങൾ സേവിക്കാം. രസായനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചവനപ്രാശം, അതേപോലെ കൂശ്മാണ്ട രസായനം, അങ്ങനെ ഒരുപാട് രസായനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വാങ്ങിച്ച് കഴിക്കാതെ നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് ചേരുന്നത് ഏതാണോ അതൊരു ഡോക്ടറെ കണ്ട് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ഉള്ള മെഡിസിൻസ്, രസായനങ്ങൾ അകത്തേക്ക് കഴിക്കുക. അതേപോലെ തന്നെ വൈറ്റമിൻ D നമ്മളുടെ ഹീലിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇടയ്ക്ക് ഒരു ഇളം വെയിൽ കൊള്ളുക, അല്ലെങ്കിൽ 3 മണി വരെയുള്ള 11 മണി തൊട്ട് 3 മണി വരെയുള്ള വെയിൽ നമ്മൾ ജനലരികിൽ പോയിട്ട് കൊള്ളുക. അതേപോലെ വൈകുന്നേരങ്ങളിലുള്ള പോക്ക് വെയിൽ, ഒരു 4 മണിക്കും 5 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ, അത് വൈറ്റമിൻ E എൻറിച്ച്ഡ് ആണ്, അത് നമ്മുടെ ശരീരത്തിൽ തട്ടിക്കുക. അതേപോലെ നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക, ഇഷ്ടമുള്ള സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നെയ്യ്, ചെറുപയർ, പാല്, മുട്ട, അതേപോലെ തവിട് കളയാത്ത അരി, ഇതെല്ലാം ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. എന്നും ഒരു ഫ്രൂട്ട് വെച്ചിട്ട് കഴിക്കുക. ജങ്ക് ഫുഡ്സ് പരമാവധി ഒഴിവാക്കുക. അതേപോലെ മൈദ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. കാരണം മൈദ എന്ന് പറയുന്നത് നമുക്ക് ദഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സാധനമാണ്. അപ്പോൾ ദഹനം കുറയുമ്പോൾ ഒബ്വിയസ്ലി നമ്മളുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷിയും കുറയും. ആൽക്കഹോളും സ്മോക്കിങ്ങും ഒക്കെ കോവിഡിന് സ്ട്രിക്റ്റ് നോ ആണ്. സ്മോക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലങ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. കോവിഡും നമ്മുടെ ലങ്സിനെയാണ് ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്മോക്കിംഗ് പരമാവധി ഒഴിവാക്കുന്നതാണ് നമ്മൾക്ക് കോവിഡിനെ, ആസ് പെർ കോവിഡ് അല്ലെങ്കിൽ വേറെ ഏത് അസുഖമാണെങ്കിലും ആൽക്കഹോളും സ്മോക്കിങ്ങും ഒക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും മാസ്കുകൾ ധരിച്ച്, കൈകൾ കഴുകി, അകലം പാലിച്ച്, നല്ല ഭക്ഷണം കഴിച്ച്, നല്ലോണം ഉറങ്ങി കോവിഡിൽ നിന്നും സ്വയം പരിരക്ഷിക്കുക. അപ്പം സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു. എനിക്ക് ഈ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം തന്ന ഡോക്ടർ അനിൽ സാറിനും അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ജെ, ഞങ്ങളുടെ പപ്പയാണ്, പപ്പയ്ക്കും അതേപോലെ പിതാവിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാ ലിസണേഴ്സിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഡോക്ടർ ആശ മാത്യു. ഇപ്പോൾ നന്ദി പറയുന്നതിനായി നമ്മുടെ കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്ന പ്രിയ ബഹുമാനപ്പെട്ട രജീഷ് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. മാർ ബസീലിയസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്നിവിടെ സംഘടിപ്പിച്ച ഈ വെബിനാറിന് നന്ദി പറയുക എന്നാണ് എൻ്റെ കർത്തവ്യം. നമുക്കറിയാം, കോവിഡ് എന്ന മഹാമാരിയുടെ ഭീതിയിലാണ് ലോകമെമ്പാടും. ഈ അവസരത്തിൽ നമ്മളെല്ലാവരും വീടുകളിൽ സേഫായിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ മാത്രമാണ് നമുക്ക് നടക്കുന്നത്. ഇത്തരം അവസരത്തിൽ നിങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള വെബിനാറുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. മറ്റൊന്നുമല്ല, പുതിയ ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനും നമ്മൾ ഒരുപാട് അപ്ഡേറ്റഡ് ആവാനും ഒക്കെ ഇത്തരം വെബിനാറുകൾ നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഇന്നത്തെ ഈ വെബിനാർ സീരീസ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ബത്തേരി രൂപതാധ്യക്ഷനും നമ്മുടെ കോളേജിൻ്റെ മാനേജറും നമ്മുടെ എല്ലാം മാർഗദർശിയുമായ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനിയാണ്. തിരുമേനിക്ക് നമ്മുടെ എല്ലാവരുടെ പേരിലുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ വെബിനാറിൽ റിസോഴ്സ് പേഴ്സണായി എത്തിയത് കുടിപ്രവേശിക ആയുർവേദ നിലയത്തിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനായ ഡോക്ടർ ആശ മാത്യുവാണ്. കോവിഡ്-19 ആയുർവേദവും എന്ന വിഷയത്തിലാണ് ഡോക്ടർ നമ്മോട് സംസാരിച്ചത്. നമുക്കറിയാം, ചികിത്സയ്ക്ക് മുമ്പേ പ്രതിരോധം എന്നാണ് ആയുർവേദം മുമ്പോട്ട് വയ്ക്കുന്നത്. രോഗാവസ്ഥയിൽ എത്തുന്നതിന് മുമ്പേ എങ്ങനെ രോഗത്തെ പ്രതിരോധിക്കാമെന്നത് ഡോക്ടർ നമുക്ക് വളരെ ലളിതമായി പറഞ്ഞു തന്നു.
വീടുകളിൽ ഇരുന്നുകൊണ്ട് തന്നെ വീടുകളിൽ ലഭ്യമായ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ COVID-19 എങ്ങനെ പ്രതിരോധിക്കാമെന്നത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഡോക്ടർ വിശദമാക്കി തന്നു. ഈ അവസരത്തിൽ ഡോക്ടറോടുള്ള നന്ദി, എല്ലാവരുടെ പേരിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ വെബിനാർ ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ BEd പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽകുമാർ സർ, ഇത് കോർഡിനേറ്റ് ചെയ്ത DLEd വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ സർ, ഇതിൽ പങ്കെടുത്ത മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവർക്കും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.